ബുദ്ധനിക്ക് ബോധോദയം കിട്ടിയ ബോധ്യവൃക്ഷത്തിന്റെ ചുവട്ടിലാണ് നബിക്ക് കിട്ടിയത് ഇറാ ഗുഹയെന്നാണ് പറയുന്നത്. അതിൽ ജിബിരിയിൽ നല്ലൊരു കഥാപാത്രം കയറി വരുന്നുണ്ട്, ജിബിരിയിൽ പറഞ്ഞു. അപ്പോൾ അത് സ്വന്തമായിട്ട് നബി അങ്ങനെ പറഞ്ഞതാണോ അതോ ഈ വഹി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടോ? വാസ്തവത്തിൽ വഹിയുണ്ട്. നിങ്ങളിപ്പോൾ ചോദിച്ചത് വഹിയുടെ അടിസ്ഥാനത്തിലാണ്. അതെ, ജിബിരിയിൽ എന്ന് പറയുന്നതിനെ നമുക്ക് നമ്മൾ ശത്രുപക്ഷത്ത് നിർത്തേണ്ട കാര്യമൊന്നുമില്ല. ജിബിരിയിൽ എന്ന് പറയുന്നത്, മാലാഖ എന്ന് പറയുന്നത്, നമ്മൾ ഖുതുബയിൽ പറഞ്ഞിട്ടുണ്ട്, മലക്കെന്ന് പറയുന്നത് ഒരു ഊർജ പ്രവാഹമാണ്. ഈ പ്രപഞ്ചം മുഴുവനും, ഞാനും നിങ്ങളും, നിങ്ങളിരിക്കുന്ന കസേരയും ഈ ലോകം മുഴുവനും ഊർജങ്ങളുടെ വ്യത്യസ്തങ്ങളായ ഫോമുകളാണ്, എനർജിയുടെ വ്യത്യസ്തങ്ങളായ ഫോമുകളാണ്. അപ്പോൾ ഒരാളുടെ ഉള്ളിൽ ഒരു വെളിപാട് ഉണരുന്നത് ഊർജത്തിൻ്റെ ഒരു പ്രത്യേകമായ പ്രവാഹം ഉള്ളിലേക്കുണ്ടാകുമ്പോഴാണ്. ആ പ്രവാഹത്തിന് നമ്മൾ നൽകുന്ന പേരാണ് ജിബിരിൽ. ഒരു ഊർജത്തിൻ്റെ വ്യത്യസ്തങ്ങളായ രൂപങ്ങളുണ്ടല്ലോ. അപ്പോൾ ഒരു മനുഷ്യൻ്റെ മനസ്സ് ഈ പ്രപഞ്ചത്തിൻ്റെ മനസ്സുമായി ഏകീകരിച്ച് വരുമ്പോൾ, ഒരുപോലെ വരുമ്പോൾ, പ്രപഞ്ച മനസ്സിൽ നിന്ന് ആ വ്യക്തിയുടെ മനസ്സിലേക്ക് വരുന്ന ഒരു വെളിപാടിൻ്റെ, ജ്ഞാനോദയത്തിൻ്റെ ഒരു പ്രവാഹമുണ്ട്. അതാണ് മുഹമ്മദ് നബിക്കും ഈസാ നബിക്കും മൂസാ നബിക്കും ഈ പ്രവാചകന്മാർക്കൊക്കെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ആവേശം ഭയങ്കരമാണല്ലോ. അപ്പോൾ ഈ ഒരു ഏകീകരണം സംഭവിക്കുമ്പോൾ ആ വരുന്ന ആ പ്രവാഹത്തിന് നമ്മൾ പറയുന്ന പേരാണ് ജിബ്രീൽ എന്ന് പറയുന്നത്. മലക്കുകൾ, അതെ, അതുകൊണ്ടാണ് അവർ പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ടവരാണെന്ന് പറയുന്നില്ലേ. ഒരു കാലത്ത് അങ്ങനെ പറഞ്ഞെങ്കിൽ മുഹമ്മദ് നബി ആ കാട്ടറബികളോട് ഇത് ഊർജത്തിൻ്റെ വ്യത്യസ്തമായ ഫോമുകളാണെന്ന് പറഞ്ഞാൽ അവർക്ക് എന്താ തിരിയുക? ഇപ്പം നമുക്കങ്ങനെ ആയതുകൊണ്ടല്ലേ തിരിയുള്ളൂ. അതുകൊണ്ടാണത് അങ്ങനെ. അപ്പോൾ അവരോട് അത് വ്യക്തീകരിച്ച് വ്യക്തിതലത്തിലേക്ക് പേഴ്സണലൈസ് ചെയ്ത് പറയുമ്പോഴേ ആളുകൾക്ക് തിരിയുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഈ വെളിപാടെന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ സാധ്യതയുടെ അപ്പുറത്തുള്ളൊരു സംഗതിയാണ്. എനിക്ക് വിചാരിച്ച വെളിപാടുണ്ടാവില്ല, ചിലപ്പം വിചാരിക്കാതെ സംഭവിക്കുന്നതാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ മുഹമ്മദ് നബിയുടെ നിയന്ത്രണത്തിലുള്ളതാണോ ഖുർആൻ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെയാണ് പറയേണ്ടത്. എന്താ സംഭവം എന്ന് ചോദിച്ചാൽ, ഒരു മനുഷ്യൻ്റെ നിയന്ത്രണങ്ങൾക്ക് അപ്പുറത്ത് അയാളുടെ ഉള്ളിൽ വെളിപ്പെട്ട് വരുന്ന ജ്ഞാനോദയം അക്ഷരരൂപത്തിലേക്ക് പകരുന്നതാണ് വേദം എന്ന് പറയുന്നത്. അതിൽ അദ്ദേഹത്തിന് യാതൊരു പങ്കുമില്ല. അതുകൊണ്ട് തന്നെ ഖുർആനിൽ മുഹമ്മദ് നബിയുടെ പങ്ക് എന്താണെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. മൂപ്പരൊരു സ്വീകരണിയാണ് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് സൂക്ഷ്മമായ ഉത്തരം പറയേണ്ടുന്ന ഒരു സംഗതിയാണ്. മോശം തോന്നലുകൾ വെളിപാടാവില്ല, അത് ഇച്ഛകളാണ്, താല്പര്യങ്ങളാണ്. ഊർജപ്രവാഹം എല്ലാറ്റിലും ഉണ്ട്. അത് ഈ ലോകത്തിൻ്റെ സാധ്യതകളുമായി ബന്ധപ്പെട്ടാണ്, മനുഷ്യൻ്റെ വിൽ പവറുമായി ബന്ധപ്പെട്ടാണ്, ആ വില്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നന്മയാണ് ഒരാൾ ഉദ്ദേശിക്കുന്നത്. അത് ബുദ്ധനോട് തന്നെയാണോ എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ ബുദ്ധനുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ മനസ്സിലുള്ളത്, എൻ്റെ ഉള്ളിൽ ഒരാളെ കൊല്ലണമെന്ന ചിന്തയും ഒരാളെ സഹായിക്കണമെന്ന ചിന്തയും ഒരുപോലെ ശക്തമാണ്. അതായത് എൻ്റെ ഉള്ളിൽ ചെകുത്താനും ശക്തമാണ്, മാലാഖയും ശക്തമാണ്. ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ ബുദ്ധൻ പറഞ്ഞത് അത് വിത്ത് പോലെയാണ്. നീ ഏത് വിത്തിനാണോ വെള്ളം ഒഴിക്കുന്നത് ആ വിത്തേ മുളക്കുള്ളൂ എന്നാണ്. അപ്പോൾ നമ്മളുടെ ഉള്ളിൽ ഉണരുന്ന ചിന്തകൾക്ക് ഉള്ളിൽ ഏതിനാണോ നമ്മൾ പ്രാധാന്യം നൽകുന്നത് അതാണ് നമ്മളായിത്തീരുന്നത്. നിങ്ങൾ പറഞ്ഞ രീതിക്കനുസരിച്ച് ഒരു കവിയും പ്രവാചകനാണ് അല്ല. പ്രവാചകൻ എന്ന് പറയുന്നതിന് കൃത്യമായ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം സമൂഹത്തെ നിർമാർഗത്തിൽ നയിക്കുക എന്നുള്ളതാണ്. കവിയെ സംബന്ധിച്ചിടത്തോളം ഒന്ന് അയാളുടെ ആത്മാനന്ദം, രണ്ടാമത്തത് സമൂഹത്തെ എൻ്റർടൈൻ ചെയ്യിക്കുക എന്നുള്ളതാണ്. ഉദ്ധരിക്കുക അല്ലെങ്കിൽ നന്നാക്കി കളയുക എന്നുള്ളതൊന്നും ഒരു കവിക്കും ഉദ്ദേശമില്ല. ഒന്നത്. രണ്ടാമത്തത്, പ്രവാചകൻ എപ്പോഴും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ധാർമ്മികമായ മാതൃക പുലർത്തേണ്ടയാളാണ്. കവിക്ക് അങ്ങനെ ഒരു ബാധ്യതയില്ല. ചങ്ങമ്പുഴ ഈ ഒരുപക്ഷെ നമ്മുടെ കേരളം കണ്ട കവികളിൽ പ്രതിഭാതനായ കവിയായിരുന്നിട്ട് പോലും അദ്ദേഹം വളരെ വഴിവിട്ട് ജീവിച്ച ആളായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണല്ലോ. അപ്പോൾ കവിക്ക് അങ്ങനെ ബാധ്യതയില്ല. പ്രവാചകന്മാർക്ക് അങ്ങനെയുള്ള ബാധ്യതയുണ്ട്. മൂന്നാമത്തത്, പ്രവാചകന്മാർ ആദിമധ്യാന്തം ഏകരൂപത്തിലായിരിക്കണം, വൈരുദ്ധ്യങ്ങളുണ്ടാകരുത്. കവിക്ക് അങ്ങനെ യാതൊരു നിർബന്ധമില്ല. ഈ മൂന്ന് വ്യത്യാസങ്ങളാണ് സാഹിത്യകാരനും അല്ലെങ്കിൽ സർഗാത്മക പ്രതിഭയും പ്രവാചകന്മാരും തമ്മിൽ ഉള്ളത്. നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും ദൈവദശകത്തിൽ ഗുരു പറയുന്നതാണത്. നീയല്ലോ മായയും മായാവിയും മായാവിനോദനും, നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാര്യനും. പ്രവാചകൻ പറഞ്ഞു, അള്ളാഹു പറയുന്നു, കുന്തു കൻസൻ മഖ്ഫിയൻ, ഞാനൊരു ഒളിഞ്ഞ ഗോപ്യമായ അവസ്ഥയിലായിരുന്നു.
അപ്പോൾ എനിക്ക് തോന്നി ഒന്ന് വെളിപ്പെടണമെന്ന്. അങ്ങനെ ഫഖലഖ്തുൽ ഖൽഖ, അപ്പോഴാണ് ഞാൻ സൃഷ്ടി ആരംഭിച്ചത്. സ്വയം വെളിപ്പെടണമെന്ന് ദൈവത്തിന് ഏതോ ഒരു നിമിഷം തോന്നിയപ്പോൾ സൃഷ്ടി ആരംഭിച്ചു. ആരിൽ നിന്ന് ആരംഭിച്ചു? ദൈവത്തിൽ നിന്ന് ആരംഭിച്ചു. അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത്, നിങ്ങളെല്ലാവരും എന്നിൽ നിന്ന് വന്നവരാണെന്നും എന്നിലേക്ക് തന്നെ മടങ്ങേണ്ടവരാ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുന്നത് ആ ഒരു അദ്വൈതത്തിൻ്റെ ഏറ്റവും അദ്വൈതമാണ് ലോകം. അദ്വൈതത്തെക്കുറിച്ച് നമുക്ക് അറിയാത്തത് കൊണ്ട് അദ്വൈതം എന്തോ വേറൊരു സംഗതിയാണെന്ന് വിചാരിക്കുന്നു. അദ്വൈതം എന്ന് പറയുന്നത് തൗഹീദിൻ്റെ മലയാളമാണ്. തൗഹീദിന് മലയാളം പറയാൻ കഴിയുന്ന ഒരേ ഒരു വാക്ക് അദ്വൈതം എന്നാണ്. രണ്ടല്ലാത്ത അവസ്ഥ, അതല്ലേ തൗഹീദ്. നമ്മുടെ ഈ സാൻ പാട്രിക്കിൽ ഒരു അച്ഛനുണ്ടായിരുന്നു, അയാൾ മരിച്ചു. അത് 73-75 കാലഘട്ടം. അപ്പൊ അവിടെ ഞങ്ങൾ കുറച്ച് ആൾക്കാർ ട്യൂഷൻ ഉണ്ട്. അപ്പൊ അയാൾക്ക് അറബി ഗ്രാമർ അറിയാം. ക്രിസ്ത്യാനിയാണെങ്കിൽ അയാൾക്കൊരു പ്രതിപത്തി മുസ്ലിംസിനോടായിരുന്നു, ആ സംവിധാനങ്ങളോട്, ഈ എത്തിയക്കളൊക്കെ. അപ്പൊ നിരന്തരം ഇങ്ങനെ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾ ദിവസം പറഞ്ഞു, കുട്ടികൾ ഈരാണ് വന്ന് റൂമിലേക്ക് വാങ്ങാറ്. അപ്പൊ എന്നോട് പറഞ്ഞത് മൂപ്പരാട്, ആത്യന്തികമായ ശരി സയൻസാണ്, ചരിത്രത്തിന് മാറ്റമില്ല. നബി ജീവിച്ചിരുന്നു എന്നുള്ള ചരിത്രമാണ്, യേശുവല്ല, അതിന് മാറ്റമില്ല. സയൻസ് മാറിക്കൊണ്ടിരിക്കും. പക്ഷേ കൂട്ടത്തിൽ പറഞ്ഞ ആ 2-3 ഇംഗ്ലീഷ് വകുപ്പുകൾ എൻ്റെ മനസ്സിലുണ്ട്. എന്നോട് പറഞ്ഞത്, തീരാൻ പോയ യു റീഡ് ബൈബിൾ ആൻഡ് ഖുറാൻ ഓൺലി ഫോർ ലാംഗ്വേജ്, നോട്ട് ഫോർ റിലീജിയൻ. അതെ, അത് പർപ്പസ് എന്തിന് എന്നുള്ളത്. അല്ലെങ്കിലും ഇപ്പോൾ എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം ഇതോടനുബന്ധിച്ചുള്ളത്. ഞാൻ ഖുർആൻ ദർസുകളിൽ നിന്ന് പഠിച്ച് ഖുർആൻ വായിച്ച് അത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലം. 1993 ബഷീർ മരിക്കുന്നത്. 94 ഞാൻ പിന്നെ ഭയങ്കരമായ ഒരു ആത്മസംഘർഷത്തിൽ ഞാൻ പെടുന്നു. ആ സമയത്ത് ഞാൻ ഗുരുനിത്യക്ക് കത്തെഴുതുന്നുണ്ട്. എനിക്ക് ഖുർആൻ വായിച്ചിട്ട് വലിയ സംഘർഷം ഉണ്ടാകുന്നുണ്ട് മനസ്സിൽ, എന്ത് ചെയ്യണം എന്ന്. അപ്പോൾ ഗുരു പറയുന്നത് ഖുർആൻ ഒന്നുകൂടി വായിക്കണം. അപ്പോൾ ആ മറുപടി എനിക്കൊരു പരിഹാസമായിട്ട് തോന്നി. അപ്പോൾ ഞാൻ അല്പം രൂക്ഷമായിട്ട് കത്തെഴുതി, 16 വർഷം ഖുർആൻ പഠിച്ച് ഇപ്പോൾ ഖുർആൻ പഠിപ്പിക്കുന്ന ഒരാളോടാണ് ഗുരു ഇങ്ങനെ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ അഹന്ത ഒന്നുകൂടി പൊലിപ്പിച്ചുകൊണ്ട് ഞാൻ കത്തെഴുതി. അപ്പോൾ ഗുരു എനിക്ക് തിരിച്ച് ഒരു കത്തെഴുതിയത് ഒരു ചിത്രം വരച്ചുകൊണ്ടാണ്. തുണി കൊടുക്കാതെ തൊപ്പി മാത്രം വെച്ച് കുളത്തിൻ്റെ പടവുകൾ കയറുന്ന ഒരു കുട്ടിയുടെ ചിത്രം വരച്ചുകൊണ്ട് എനിക്ക് എഴുതി, മുസ്തഫ ഇതുവരെ വായിച്ചത് ഒരു മതപുസ്തകമാണ്. ഒരാത്മവേദം എന്ന നിലക്ക്, ദൈവത്തിന് നിന്നോടെന്തോ സ്വകാര്യം പറയാനുണ്ടെന്ന നിലക്ക് ഖുർആൻ ഒന്ന് വായിച്ചു നോക്ക്, അപ്പോൾ അറിയാം അതിൻ്റെ വ്യത്യാസം എന്ന്. അപ്പോൾ അതാണ് നമ്മൾ എന്തിന് വായിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ പറഞ്ഞത് നോട്ട് ഫോർ റിലീജിയൻ ഓൺലി ഫോർ ലാംഗ്വേജ് എന്ന് പറയുന്നത്, നിങ്ങൾ എന്ത് പർപ്പസ് ആണോ വേദത്തിൽ തേടുന്നത് അത് നിങ്ങൾക്കതിൽ നിന്ന് കിട്ടും. പിന്നെ അദ്ദേഹം പറഞ്ഞത് വേറെ ചില മാനങ്ങളും ഉണ്ടാകാം, ഏറ്റവും നല്ല ഭാഷ വേദങ്ങളിലുണ്ട് എന്നൊക്കെ ആയിരിക്കാം ആ പറഞ്ഞത്.